പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അക്കൗണ്ടൻസിയുടെ 2ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലാണ്. ഒരു ചെറിയ ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആയി ബന്ധപ്പെട്ട കാര്യം പഠിച്ചു. ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന കാര്യം കൂടി പഠിക്കാം. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒക്കെ പാർട്ട്നേഴ്സിന് വീതിച്ചു നൽകിയതിനു ശേഷം ചിലപ്പോൾ ചില എറേഴ്സ് കണ്ടുപിടിക്കപ്പെടാം, ചില ഒമിഷൻസ് കണ്ടുപിടിക്കപ്പെടാം. അതായത് പാർട്ട്നേഴ്സിന് ലാഭം വീതിച്ചു നൽകിയതിനു ശേഷമാണ് ഇത്തരം ഒമിഷൻസ് ശ്രദ്ധയിൽപ്പെടുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എടുക്കാൻ വിട്ടുപോയതായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ മിസ്റ്റേക്ക് ആയിട്ട് എടുത്തു പോയതായിരിക്കാം, എമൗണ്ട് മാറി എടുത്തു പോയതായിരിക്കാം. ഇങ്ങനെ ഒട്ടനവധി അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. ഇങ്ങനെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷമാണ് ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് കണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് യഥാർത്ഥ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് വിളിക്കുക. അപ്പൊ പാസ്റ്റ് നേരത്തെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് പുതിയ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ആ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു. ഓൾറെഡി അവർക്ക് പ്രോഫിറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ ഇത്തരം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാം, ചില പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് കുറവ് കിട്ടിയിട്ടുണ്ടാവാം. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്തതിനു വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയിലൂടെ നമ്മൾ കാര്യങ്ങൾ പരിഗണിക്കുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. Past adjustments. Sometimes a few omissions or errors in the recording of transactions or the preparation of summary statements are found after the final accounts have been prepared and the profits distributed among the partners. The omission may be in respect of interest on capital, interest on drawings, interest on partners loan, partners salary, partners commission or outstanding expense, etc. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പലതരത്തിലുള്ള ഒമിഷൻസും കണ്ടുപിടിക്കപ്പെടാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, പാർട്ട്നേഴ്സ് സാലറി തുടങ്ങിയവ എടുക്കാതെയുള്ള തരത്തിലുള്ള ഒമിഷൻസ് കാണാം. ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നതിനാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുക. There may also be some changes in the provisions of partnership deed or system of accounting having impact with retrospective effect. All these act of omissions and commission need adjustments for correction of their impact. Instead of altering old accounts, necessary adjustments can be made. അതായത് ചില സമയത്ത് പാർട്ട്ണർഷിപ്പ് ഡീഡിലുള്ള മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൽ വ്യത്യാസങ്ങൾ വരാം. ഇങ്ങനെയുള്ള ഒമിഷനും കമ്മീഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം ചേഞ്ചസ് ഒക്കെ നമുക്ക് മാറ്റാം. ആ പഴയ അക്കൗണ്ട് മാറ്റുന്നതിന് പകരം പുതുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയിലൂടെ നമുക്ക് ഇത്തരം ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. റമീസ് ആൻഡ് സഹീർ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. Their capital as on April 1st, 2015 were rupees 50,000 and 1 lakh respectively. After the accounts for the financial year ending March 31st, 2016 have been prepared, it is discovered that interest at the rate of 6% per annum as provided in the partnership deed has not been credited to the partner's capital account before distribution of profit. ഈ പ്രോബ്ലത്തിൽ രണ്ട് പാർട്ട്ണർമാരുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ആ ഇൻട്രസ്റ്റ് എടുക്കുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് മാത്രമേ പാർട്ട്നേഴ്സിന് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കാം.
ആദ്യത്തെ പാർട്ണറുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3000 രൂപയാണ്. അതായത് 50,000-ൻ്റെ 6/100. അപ്പം റമീസിൻ്റെത് 3000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി സഹീറിൻ്റെ നോക്കാം. അത് 6000 ആണ്. 1,00,000-ൻ്റെ 6/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 6000. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കുറച്ച് കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ 3000 രൂപയും 6000 രൂപയും എടുക്കുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 3000-ഉം 6000-ഉം കൂട്ടിയാൽ 9000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്തില്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് പൊതുവെ കുറവായിരിക്കും. In this case, interest on capital not credited to the partner's capital account works out to be rupees 3,000 for Ramesh and 6,000 for Sahir. Had the interest on capital been duly provided, the firm's profit would have reduced by rupees 9,000. By this omission, the whole amount of profit as per profit and loss account without adjustment of rupees 9,000 has been distributed among the partners in their profit sharing ratio, and the amount of interest on capital have not been credited to their capital account. This error can be rectified as follows. ഈ ഒരു ഒമിഷൻ്റെ ഭാഗമായി രണ്ട് പാർട്ട്നേഴ്സിനും വന്നിരിക്കുന്ന പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ വ്യത്യാസത്തിൻ്റെ നെറ്റ് എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരക്കുക. ഒരു പർട്ടിക്കുലേഴ്സ് കോളവും 2 എമൗണ്ട് കോളവും, 2 പാർട്ട്ണർമാരുള്ളത് കൊണ്ട് 2 എമൗണ്ട് കോളവും നമ്മൾ വരക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ എഴുതുക. ഇവിടെ നമ്മൾ മൊത്തം പ്രോഫിറ്റിൻ്റെ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ എടുക്കാതെ കൊണ്ടുള്ള വ്യത്യാസം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 പാർട്ണർക്കുള്ള എമൗണ്ട് ആദ്യത്തെ ആൾക്ക് 3000-ഉം 6000-ഉം ആദ്യം എഴുതി. അതേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ അനുപാതികമായിട്ടുള്ള പ്രോഫിറ്റ് 9000 ആണ്. 9000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക 4500 4500 ആയിരിക്കും. അത് രണ്ടാമത് എഴുതി. അപ്പം 3000-ഉം 4500-ഉം തമ്മിലുള്ള വ്യത്യാസം 1500. അതേപോലെ തന്നെ സഹീറിൻ്റെ കേസിൽ 6000-ഉം 4500-ൻ്റെ വ്യത്യാസവും 1500 നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ റമീസിൻ്റെത് എക്സസ് ആണ്. കാരണം റമീസിന് 3000 മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ റമീസിന് കൊടുത്തിട്ടുണ്ടാവും എന്തായിരിക്കും, 4500 രൂപ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 1500 രൂപ എക്സസ് ആണ്. സഹീറിന് 6000 രൂപ കൊടുക്കണം. പക്ഷേ സഹീറിന് കൊടുത്തിരിക്കുന്നത് വെറും 4500 രൂപയാണ്. അപ്പം 1500 അവിടെ ഷോർട്ടാണ്. അപ്പം ഇത് കാര്യം ഒരു ഒറ്റ ജേണൽ എൻട്രി കൊണ്ട് നമുക്ക് പരിഹരിക്കാം. റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1500 ടു സഹീർ ക്യാപിറ്റൽ അക്കൗണ്ട് 1500. അതായത് റമീസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 1500 രൂപ കുറയണം, സഹീറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1500 രൂപ കൂടണം. അപ്പം ഇങ്ങനൊരു എൻട്രിയിലൂടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് പാർഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ക്യാപിറ്റലിന് പൊതുവെ ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരുടെ ക്യാപിറ്റലാണോ കൂടേണ്ടത് അയാളുടെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി ആരുടെ ക്യാപിറ്റലാണോ കുറയേണ്ടത് അയാളുടെ ക്യാപിറ്റലിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഇതാണ് എൻട്രി പാസ്സാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. നുസ്രത്ത്, സോനു ആൻഡ് ഹിമേഷ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2. The partnership deed provides for charging interest on drawing at 20% per annum. The drawings of Nusrat, Sonu and Himesh during the year ending December 2015 amounted to rupees 20,000, rupees 50,000 and rupees 10,000 respectively. After the final accounts have been prepared, it was discovered that interest on drawings has not been taken into consideration. Give necessary adjusting journal entry. ഈ പ്രോബ്ലത്തിൽ 3 പാർട്ട്ണർമാരാണുള്ളത്, നുസ്രത്ത്, സോനു, ഹിമേഷ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3:2. അതേപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ട് 20%. അവരുടെ ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 20,000, 15,000, 10,000.
ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൺസിഡർ ചെയ്യുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റാണ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം അവരുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, പേഴ്സൻറ്റേജും തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ്റെ വിവിധ മെത്തേഡുകൾ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പം എമൗണ്ടും ഡ്രോയിങ്സിൻ്റെ എമൗണ്ടും പേഴ്സൻറ്റേജും തന്നു. ഡേറ്റ് തന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുക ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6/12 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുന്നത് 20,000 ഇൻറ്റു 20/100 ഇൻറ്റു 6/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 2,000. രണ്ടാമത്തെ പാർട്ട്ണറുടെ 15,000 ഇൻറ്റു 20/100 ഇൻറ്റു 6/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,500. മൂന്നാമത്തെ പാർട്ട്ണറുടെ 10,000 ഇൻറ്റു 20/100 ഇൻറ്റു 6/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് എഫക്റ്റ് ഓഫ് ഒമിറ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നെഴുതി നമ്മൾ 3 പാർട്ട്ണർമാരുള്ളത് 3 പാർട്ട്ണർമാർക്ക് 3 കോളമാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടോട്ടൽ കോളം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ 3 പാർട്ട്ണർമാരുടെയും പേര് എഴുതി വെച്ചു. ഓരോ കോളത്തിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതുന്നു. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രകാരം അവരുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്ന തുക നുസ്രത്തിൻ്റെ 2,000, സോനുൻ്റെത് 1,500, ഹിമേഷിൻ്റെത് 1,000, അങ്ങനെ 4,500 രൂപ. അതേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് പ്രോഫിറ്റ് 4,500 രൂപ വർദ്ധിച്ചിട്ടുണ്ടാകുമായിരുന്നു അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പം പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കാത്തത് കൊണ്ട് പ്രോഫിറ്റ് 4,500 രൂപ വർധന വന്നിട്ടുണ്ടായിരുന്നു. ആ വർധനവുള്ള പ്രോഫിറ്റ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അവരുടെ റേഷ്യോ പ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഇങ്ങനെ ആയിരിക്കും. 2,250, 1,350, 900 എന്ന ക്രമത്തിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ഓരോ ആളുടെ കേസ് എടുക്കാം. ഇപ്പോൾ നുസ്രത്തിൻ്റെ കേസിൽ നുസ്രത്തിന് ഇവിടെ പ്രോഫിറ്റായിട്ട് കൊടുത്തത് 2,250 രൂപയാണ്. യഥാർത്ഥത്തിൽ ഈ 2,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറക്കേണ്ടതുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും 2,000 രൂപ കൺസിഡർ ചെയ്താൽ 2,250 തമ്മിൽ വ്യത്യാസം 250 രൂപ പ്രോഫിറ്റ് കൂടുന്നതുകൊണ്ട് ആ പൈസ നുസ്രത്തിൻ്റെ ക്യാപിറ്റലായിട്ട് കിട്ടണം, ക്യാപിറ്റലിൽ പ്രോഫിറ്റായിട്ട് കിട്ടണം. ഇനി സോനുവിൻ്റെ കേസിൽ സോനുവിന് 1,500 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ 1,350 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 1,500 രൂപ കൺസിഡർ ചെയ്തിട്ട് 1,350 രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ 150 രൂപ കൊടുത്തത് അധികമാണ്. അതേപോലെ തന്നെ ഹിമേഷിൻ്റെ കേസിലും ഹിമേഷിന് 1,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ പ്രോഫിറ്റ് കൊടുക്കാവൂ. പക്ഷേ പ്രോഫിറ്റ് 900 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഹിമേഷിന് 100 രൂപ അധികമാണ്. അപ്പം ഹിമേഷിനും സോനുവിനും അധികമാണ്. അതേപോലെ തന്നെ നുസ്രത്തിന് 250 രൂപ കുറവാണ്. അപ്പം സോനുവിൻ്റെ ക്യാപിറ്റലിൽ അധികമായ 150 രൂപയും ഹിമേഷിൻ്റെ ക്യാപിറ്റൽ അധികമായ 100 രൂപയും കുറക്കണം. ഈ 2 എമൗണ്ടും കൂടി ആർക്ക് കിട്ടേണ്ടതാണ്? നുസ്രത്തിന് 250 രൂപ എക്സ്ട്രാ കിട്ടേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യും. സോനു ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 150, ഹിമേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 100 ടു നുസ്രത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് 250. ആ ഒമിഷൻ്റെ പ്രകാരമുള്ള പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയേണ്ടവരെ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റൽ കൂടേണ്ടവരെ ക്രെഡിറ്റ് ചെയ്തു. നിങ്ങൾ ഇതുവരെ പഠിച്ചത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പം പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ കാണാം, അതുകൂടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. സോ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത അധ്യായം റീകോൺസ്ട്രക്ഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.